അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 30-ാം വാക്യം. വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീട്ടുതടങ്കലിൽ കഴിയുകയും അവിടേക്ക് ധാരാളം ആളുകൾ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുകയാണ്. 2 വർഷം മുഴുവനും ആ ഭവനത്തിൽ പാർക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നപ്പോൾ പൗലോസ് ചെയ്ത 2 ശുശ്രൂഷകളെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. 1, വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. 2, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു. അതിന് തനിക്ക് ധൈര്യമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തനിക്ക് മടിയില്ല. കാരണം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. യേശു ക്രിസ്തുവാണ് എന്ന് തെളിയിക്കുന്നതിൽ പൗലോസിന് യാതൊരു വിഘ്നവും ഉണ്ടായിരുന്നില്ല, യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പൗലോസ് അത് വിഘ്നം കൂടാതെ ചെയ്യുകയാണ്. യേശുക്രിസ്തു ദൈവമാണെന്നും ആ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവന്റെ അവകാശിയായി നിങ്ങൾ തീരണമെങ്കിൽ ആ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള കാര്യം ഊന്നിപ്പറയുവാൻ പൗലോസിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അത് വിഘ്നം കൂടാതെ താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെയും ഏറ്റവും വലിയ ദൗത്യം അതുതന്നെയാണ് എന്നുള്ള കാര്യം നാം മറക്കരുത്.